കളിച്ചും രസിച്ചും പഠിക്കാൻ LKG, UKG കുട്ടികൾക്ക് മികച്ച ക്യാമ്പസ്. നമ്മുടെ കുട്ടികളുടെ ശോഭനമായ ഭാവി ഉറപ്പാക്കാൻ പൂക്കോട്ടുംപാടത്തെ ഏക ശിശു സൗഹൃദ വിദ്യാലയം പൂക്കോട്ടുംപാടം AUP സ്കൂളിൽ ചേർക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റി ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മീറ്റ് ഉദ്ഘാടനം ചെയ്തു. ആദ്യഘട്ട നടപടികളുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകും. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് നമ്മൾ കളം പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ പരിപാടികളിലാണ് എല്ലാം ആദ്യം നടക്കുന്നത്. നാളെ ആകുമ്പോൾ നമ്മുടെ മണ്ഡലത്തിലെ നേതൃയോഗങ്ങൾ മുഴുവൻ തീരും. മറ്റന്നാൾ നമ്മുടെ 263 ബൂത്തിലെ ബൂത്ത് കൺവെൻഷനുകൾ ചേരും. അപ്പോൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ബൂത്ത് ചെയർമാന്മാരും കൺവീനർമാരും ഞാൻ നോക്കി 35 ബൂത്തുകളാണ് ഇവിടെ ഉള്ളത്. ഒരു 3-4 പേരാണ് ഇതുവരെ എത്താത്തത്. എല്ലാവരും അപ്പോൾ 70 പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നെ അങ്ങ് വിസ്മയിപ്പിച്ച് കളഞ്ഞുള്ളത്. ഞാനൊരു 10-15 പേരെങ്കിലും വരില്ല, അവരെ രാത്രി വിളിച്ച് വഴക്കുമെല്ലാം പറയാമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുമായിരുന്നു. രാത്രി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വരാത്തവരുടെ നമ്പർ എനിക്ക് തന്നോന്ന്. ഉപതെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് UDF ചെയർമാൻ അഷ്റഫ് മുണ്ടശ്ശേരി അധ്യക്ഷത വഹിച്ചു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ്, മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി MLA ഹമീദ്, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം, UDF മണ്ഡലം ട്രഷറർ ഗോപിനാഥ്, മണ്ഡലം ചെയർമാൻ ഇക്ബാൽ മുണ്ടേരി, UDF മണ്ഡലം കൺവീനർ NA കരീം, DKTF സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജഗോപാലൻ, യൂത്ത് ലീഗ് അഖിലേന്ത്യാ കോർഡിനേറ്റർ TP അഷ്റഫ് അലി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ്, യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് അമീർ പുറ്റമൽ, അമരമ്പലം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് VP അബ്ദുൽ കരീം, MP ജെബി മേത്തർ, മലപ്പുറം ജില്ലാ വനിതാ ലീഗ് പ്രസിഡന്റ് ജൽസീമിയ എന്നിവർ സംബന്ധിച്ചു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കേമ്പിൽ രവി സ്വാഗതവും PM സീതിക്കോയ തങ്ങൾ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം.